കേരള NGO യൂണിയൻ നാട്ടിക ഏരിയ ജനറൽ ബോഡി യോഗം നടന്നു. തൃപ്പയാർ SNDP യൂണിയൻ ഹാളിൽ ചേർന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം P. വരദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് V. വിമോദ്, സെക്രട്ടേറിയറ്റ് അംഗം KC ഗിരീഷ്, ഏരിയ സെക്രട്ടറി MV അരുൺ, ഏരിയ ഭാരവാഹികളായ പ്രജീഷ് ജനൻ, ബിബിൻ KK, സീനത്ത് BV, റിനേഷ് PN ജയശ്രീ എന്നിവർ സംസാരിച്ചു. കോർപ്പറേറ്റുകളിൽ നിന്ന് കിട്ടാനുള്ള കിട്ടാക്കടമാണ് എഴുതി തള്ളിയത്. സ്റ്റേറ്റ് ബാങ്കും അതുപോലെ തന്നെ മറ്റു ബാങ്കുകളും ഒക്കെ തന്നെ എഴുതി തള്ളിയത് കോർപ്പറേറ്റുകൾ. ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം കോർപ്പറേറ്റ് നികുതി വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളതാണ്. കോർപ്പറേറ്റ് നികുതി വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ടാറ്റ, ബിർള, അംബാനി, അദാനി അടക്കമുള്ള കുത്തകക്കാരുടെ കിട്ടേണ്ട കോടിക്കണക്കിന് വരുന്ന നികുതി ഇനി അടക്കേണ്ടതില്ല എന്നുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല, നികുതി അടയ്ക്കുന്നത് പോട്ടെ, അതിന്റെ നികുതി വെട്ടിക്കുറയ്ക്കുന്നത് പോട്ടെ, നികുതി അടയ്ക്കാനുള്ള കുടിശ്ശിക നോക്കൂ. നമ്മളെ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഒരു വായ്പ എടുത്തുകൊണ്ട് ഒരു 3 മാസം വായ്പ അടവ് തെറ്റിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? സർക്കാർ ജീവനക്കാരും നമ്മൾ ഓരോരുത്തരും ബാങ്ക് വായ്പ എടുക്കാത്തവരുണ്ടാവില്ല. ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു തവണ വായ്പ എടുത്തിട്ട് 3 തവണ നമ്മൾ അതിന്റെ തിരിച്ചടവ് തെറ്റിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് സാലറി തിരിച്ചടവിനുള്ള നോട്ടീസ് വരും. അത് കഴിഞ്ഞ് മേലധികാരിക്ക് നോട്ടീസ് വരും. ഇതാണ് നമ്മുടെ ഈ വായ്പ തിരിച്ചടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള